നല്ല മഴയുടെ സീസണാണ്. ഭയങ്കരമായിട്ട് മഴയാണ്. എപ്പോഴും മഴയാണ്. ഇപ്പോൾ 2 ദിവസം കൊണ്ട് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ മഴയാണ്. നമ്മുടെ തനി നാടൻ മുറുക്കാണ് ഇന്നത്തെ റെസിപ്പി. മഴയൊക്കെ മുറുക്ക് നല്ലൊരു ടേസ്റ്റായിരിക്കും. മഴ കാണാൻ നല്ല രസമാണ്. ഈ മഴയുള്ള സമയത്ത് നല്ല ചട്ടപ്പെട്ട മുറുക്ക, വട അങ്ങനെയുള്ള ഫ്രൈഡ് ഐറ്റംസൊക്കെ നല്ല ഒരു ഈവനിങ് സ്നാക്സായിട്ട് നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി നമ്മളുടെ എല്ലാം ഫേവറേറ്റ് നാടൻ മുറുക്കാണ്. ഭയങ്കര മഴയാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മുറുക്കുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് അരിപ്പൊടി ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ പൊടിച്ച അരിപ്പൊടിയാണ്, അതുകൊണ്ടാണ് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് 4 അല്ലെങ്കിൽ 5 മിനിറ്റ് ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കുക. കരിഞ്ഞു പോകരുത്, ഡാർക്ക് ബ്രൗൺ ആകരുത്. ജസ്റ്റ് നമ്മൾ അപ്പത്തിനൊക്കെ വറുത്തെടുക്കുന്നത് പോലെ ഒന്ന് ചെറുതായിട്ട് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് ഒരു 4-5 മിനിറ്റ് ചെറു ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. വളരെ നൈസായിട്ടാണ് ഇത് പൊടിച്ചു വെച്ചിരിക്കുന്നത്, വളരെ തരിയില്ല കേട്ടോ. അപ്പോൾ പുട്ടിന് പൊടിക്കുന്ന പരുവമായിരിക്കരുത്. നമ്മൾ മുറുക്കുണ്ടാക്കുമ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് വേണം പൊടിച്ചെടുക്കാം. നമ്മളുടെ അരിപ്പൊടി വറുത്തത് അത് കഴിഞ്ഞ് തണുക്കാൻ അനുവദിക്കുക. ഇനി നമ്മളുടെ അടുത്ത സ്റ്റെപ്പ്, നമുക്ക് മുറുക്കിന് ചേർക്കാനായിട്ടുള്ള ഉഴുന്ന് പരിപ്പ് ഒന്ന് വറുത്തെടുക്കുക. അതും ഇതുപോലെ തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ ഉഴുന്ന് പരിപ്പ് ഞാനിവിടെ ഒന്ന് കഴുകി വെച്ചിരിക്കുകയാണ്. ഉഴുന്ന് പരിപ്പിൽ ഒരുപാട് അഴുക്ക് ഒക്കെ കാണും. അപ്പോൾ അത് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു 2 പ്രാവശ്യം ഒരു വെള്ളത്തിലൊന്ന് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഞെവിടി കഴുകിയെടുക്കുക. വെള്ളം ഉണ്ടായിരിക്കരുത് ഇത് ഇടുമ്പോൾ. അപ്പം വെള്ളമില്ലാതെ ഒന്ന് വറുത്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഈ ഉഴുന്നുപരിപ്പ് കരിഞ്ഞു പോകാനോ ഡാർക്ക് ബ്രൗൺ ആകാനോ പാടില്ല. ഉഴുന്നുപരിപ്പിൻ്റെ ഒരു അളവ് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ അരിപ്പൊടി എടുക്കുന്നത് ഈ കപ്പിന് 2 കപ്പ് അരിപ്പൊടിയാണ്. അപ്പം 1/2 കപ്പ് ഉഴുന്ന്, 1 കപ്പ് അരിപ്പൊടിക്ക് 1/4 കപ്പ് ഉഴുന്ന്. അതാണ് ശരിക്കുള്ള ഒരു പ്രൊപ്പോർഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു ഇത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. നമ്മുടെ ഉഴുന്നിൻ്റെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഫ്ലെയിം വളരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ എല്ലാം മണി പോലെ ക്ലീനുണ്ടാവും. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് കണക്കാൻ അനുവദിക്കാം. അത് കഴിഞ്ഞ് നല്ലതുപോലെ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. ഈ ഉഴുന്ന് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇതൊന്ന് അപ്പോൾ നമ്മളെ ഉഴുന്നിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തു കേട്ടോ. നമ്മൾ അപ്പത്തിനൊക്കെ എടുക്കുന്നതിനേക്കാളും നൈസായിട്ട്, ഒരു തരി പോലും ഉണ്ടായിരിക്കാൻ പാടില്ല. അപ്പം ഉഴുന്ന് പൊടിച്ചെടുത്തു. അതിൻ്റെ കൂടെ നമ്മൾക്ക് 2 കപ്പ് അരിപ്പൊടി. ഇതിലോട്ട് അല്പം ഉപ്പ് ആഡ് ചെയ്യുക. ഉപ്പ് കൂടിപ്പോകരുത്. നമുക്ക് ഉപ്പ് വേണം, പക്ഷേ മുറുക്കിന് ഉപ്പ് കൂടിപ്പോകരുത്. ഇതിലോട്ട് ഒരല്പം കറുത്ത എള്ള്, ഒരുപാട് വേണ്ട, ഒരു ടീസ്പൂൺ മതി. ഒരല്പം ഒരു 1 ടീസ്പൂൺ ജീരകം ഒന്ന് ആഡ് ചെയ്യുക. ജസ്റ്റ് 1 ടീസ്പൂൺ. ഈ ജീരകം ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കി. അതിൻ്റെ കാര്യം, ഒന്ന് ചൂടാക്കിയിട്ട് ഇടാമെങ്കിൽ ഈ മുറുക്കിനകത്ത് ആ ജീരകത്തിൻ്റെ നല്ല മണം എടുത്തറിയും. ഓക്കെ, ഒരല്പം മുളക് പൊടി ആഡ് ചെയ്യുന്നത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് മുളക് പൊടി ആഡ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യമില്ല. ഞാനിവിടെ 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തു. ജസ്റ്റ് ഒരു പിഞ്ച് കായം ഇടുക. കായം ഇടുന്നതും ഓപ്ഷണലാണ്. ചിലർ ആഡ് ചെയ്യാറില്ല, ചിലർ ആഡ് ചെയ്യും. ഇതെല്ലാം ഒന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. 2 ടീസ്പൂണ് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എണ്ണ വേണേലും ഒഴിച്ചു കൊടുക്കാം, ബട്ടർ വേണേലും ഒഴിച്ചു കൊടുക്കാം. അപ്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്യാകുമ്പം കുറച്ചുകൂടെ നല്ലതായിരിക്കും. ചിലരിതിനകത്ത് ബട്ടറാണ് ചേർക്കുന്നത്. ഇനി നമ്മുടെ കൈയും കൊണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിരുമ്മി പിടിപ്പിക്കണം. ഇതിൽ ശരിക്ക് തിരുമ്മി പിടിപ്പിക്കണം നല്ലതുപോലെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ കുഴയ്ക്കാവും. അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിരുമ്മി പിടിപ്പിക്കാം. നല്ലതുപോലെ ഞാൻ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഒട്ടും ലംസ് ഉണ്ടായിരിക്കാൻ പാടില്ല. ഇതിന് നമുക്ക് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെടുക്കുക, ഷേപ്പായില്ലേ, ദെൻ പൊട്ടിച്ച് കളയുക. അങ്ങനെ ഷേപ്പ് ആവണം, ഉടച്ച് കളയാൻ കഴിയണം. പുട്ടിൻ്റെയൊക്കെ ചെക്ക് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഇതിൽ
കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ. ആദ്യമൊക്കെ നമ്മൾ കുഴയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരല്പം ഒട്ടാൻ സാധ്യതയുണ്ട്. ഒരുപാട് വെള്ളം ഒന്നിച്ചൊഴിച്ചിട്ട് ആയിരിക്കരുത് കുഴയ്ക്കുന്നത്. കാരണം ഇത് നമുക്ക് നല്ല ടൈറ്റായിട്ട് വേണം കുഴച്ചെടുക്കാൻ. ലൂസായി പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം കുളമാകും. അപ്പം ഓരോരോ സ്പൂൺ വെള്ളം ഒഴിച്ചേ ഇത് കുഴച്ചെടുക്കാവും. കുഴയ്ക്കുന്നതിലാണ് ഇതിൻ്റെ പെർഫെക്റ്റ്നെസ്. നമുക്ക് നല്ലൊരു ടൈറ്റ് ഡോ ആയിട്ടിത് കുഴച്ചെടുക്കാം. ഡോ ഇവിടെ ഞാൻ തയ്യാറാക്കി. ഇതിപ്പം നല്ല ടൈറ്റാണ്. ഓക്കെ, നല്ല ടൈറ്റ് ഡോ ആണ് കുഴച്ചെടുത്തിരിക്കണം. ഇതിൻ്റെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യണമെങ്കിൽ ഒന്ന് ഇത് കറക്കാൻ മുറുക്കുണ്ടാക്കാൻ ഒരല്പം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൽ കറക്കുക നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മളിതിൽ രണ്ടാമത് വെള്ളം ചേർത്ത് കുറച്ചുകൂടെ ലൂസാക്കാൻ. നമുക്കിത് ശരിക്കും റൗണ്ടായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടോയെന്ന് ആദ്യം നോക്കണം. ഇത് മുറിഞ്ഞു പോകുന്നുണ്ടോയെന്ന്. മുറിഞ്ഞു പോകുവാണെങ്കിൽ ഒരല്പം കൂടെ കൈയൊന്ന് നനച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ മുറുക്കിനെടുക്കത്തില്ലേ, ആ ഒരു സിംഗിൾ ഹോളുള്ള ആ മുറുക്കിനെടുക്കുന്ന സ്റ്റാർ പോലെ ഇരിക്കുന്നത്, അതാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഒരല്പം മാവ് നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് ഇത് ഇച്ചിരി ടൈറ്റാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു കേട്ടോ. ഞാൻ ഒരുപാട് വെക്കണമെന്നില്ല, ഒരല്പം വെച്ചൊന്ന് കൊടുക്കുകയാണ്. നോക്കി ഇട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഒന്ന് കറക്കി നോക്കാം. ഇവിടെ ഒരു ചെറിയ സ്റ്റീലിൻ്റെ പാത്രം ഞാൻ വെച്ചു. അതിലോട്ട് നമുക്കൊന്ന് കറക്കി നോക്കാം ഇതെങ്ങനെയാണ് വീഴുന്നതെന്ന് കേട്ടോ. മുറിഞ്ഞു പോകുന്നു എന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ടൈറ്റാണ്. ഇത് ഇങ്ങനെ നമുക്ക് റൗണ്ടാക്കി കൊടുക്കണം. മുറിഞ്ഞു പോകുന്നു എന്നാണ് നോക്കണ്ടത്. മുറിഞ്ഞു പോകുന്നില്ല. നമ്മൾ ഇടത്തെ കൈയും കൊണ്ട് തന്നെ ഇത് കറക്കി കൊടുത്താൽ മതി കേട്ടോ. ദേ ഞാനിപ്പോൾ ഇവിടെ വെച്ചിത് ബ്രേക്ക് ചെയ്യുകയാണ്. ഞാൻ കുഴച്ചിരിക്കുന്നത് കറക്റ്റാണ് ഫില്ലിങ്, അത് പൊടിഞ്ഞില്ല കണ്ടോ. അപ്പോൾ സാധാരണ ചിലർ കുഴയ്ക്കുമ്പോൾ അത് നമ്മളിങ്ങനെ കറക്കുന്ന സമയത്ത് അങ്ങ് പൊടിഞ്ഞു പോകും. കണ്ടില്ലേ, ഇത് മുറിഞ്ഞിട്ടില്ല, അത് ഇങ്ങനെ നിന്ന് മുറിഞ്ഞു പോകും. ഇത് മുറിയാതെ തന്നെ ദേ നല്ല അടിപൊളി മുറുക്കായില്ലേ. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയാം. ഞാൻ ഈ കപ്പിന് 1.5 കപ്പ് വെള്ളം ഇപ്പോൾ ഇതുവരെ യൂസ് ചെയ്തു. ഓക്കെ, മുറിഞ്ഞു പോകാതെ കറക്റ്റ് പരുവത്തിന് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇത് ഇപ്പോൾ ഒരു കറക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടും എനിക്കില്ല. അത് ലൂസായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കറക്കുമ്പം വെള്ളം വീച്ചും. അപ്പം നിങ്ങൾക്കിത് ലൂസായി പോയി തോന്നുവാണെങ്കിൽ ഒരല്പം അരിപ്പൊടി കൂടി മിക്സ് ചെയ്ത് ഇതിൻ്റെ കൺസിസ്റ്റൻസി ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇത് കറക്റ്റ് ആക്കാവുന്നതാണ്. ഇങ്ങനെ ഒത്തിരി ടൈറ്റായി പോയി തോന്നുവാണെങ്കിൽ വെള്ളം ഒഴിക്കരുത്. കപ്പില്ല ആ വെള്ളത്തിലോട്ട് കൈ ഒന്ന് മുക്കുക, ഇങ്ങനെ ഒന്ന് നനച്ചെടുക്കുക. എന്നിട്ട് എഗെയിൻ ഇതൊന്ന് ശരിക്കൊന്ന് നനഞ്ഞ കൈ തൊട്ടിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ലൈക്ക് ദസ്. എൻ്റെ ഇപ്പോൾ ഇത് ഒത്തിരി ലൂസല്ല, അതുകൊണ്ടാണ് ഞാനിത് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് പരത്തേണ്ടത് ഇത് ഈ പ്ലേറ്റിലോട്ട് പരത്തിയാൽ പ്രോബ്ലം ആകും. അപ്പോൾ ഞാൻ വേറെ ഒരു ഐഡിയ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് കുറച്ചുകൂടെ ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി ഇത് ഒന്ന് അടച്ചെടുക്കുക ടൈറ്റായിട്ട്. കയ്യിൽ നമ്മളുടെ എണ്ണ ഉണ്ടായിരിക്കരുത്. ഇതിനകത്ത് വേണമെങ്കിൽ അല്പം നെയ്യോ എന്തെങ്കിലും തൂത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊന്നും തൂത്തില്ല, അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും അടയ്ക്കണം കേട്ടോ. ഇത് ശരിക്കും അടച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് തുറന്ന് എണ്ണയ്ക്കകത്തോട്ട് വീണ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അപകടം ഉണ്ടാകും. കൈയൊക്കെ പൊള്ളാൻ സാധ്യത. നല്ലതുപോലെ അടച്ചു. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫോയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലേറ്റിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഞാനൊന്നുകൂടെ ഒന്ന് കറക്കി കാണിക്കാം. ഇത് പതുക്കെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ, തന്നെ വന്നോളൂ. ഇതിങ്ങനെ പതുക്കെ തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു ബുദ്ധിമുട്ടില്ലാതെ കറങ്ങും. ഡോ ശരിക്കാണ് കുഴച്ചതെന്നുണ്ടെങ്കിൽ കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകും. ഇങ്ങനെ കറക്കുന്ന സമയത്ത് തന്നെ പൊട്ടിപ്പോകും. ഈ ഒരു സൈസിലാണ് ഞാനിപ്പം എടുത്തിരിക്കുന്നത് മുറുക്ക്. ഇത് എന്നിട്ട് ഇവിടോട്ട് അത് ചേർത്തൊന്ന് അമക്കി കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കതുപോലെ തന്നെ ഒരെണ്ണം കൂടെ ഉണ്ടാക്കാം. ഒന്നുകൂടെ കറക്കി കാണിക്കാം. ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, അത് ഇളകി പോവാതിരിക്കാൻ. ഓക്കെ, നിങ്ങൾക്ക് വലിയ സൈസ് വേണ്ടാന്നുണ്ടെങ്കിൽ ചെറുത് ഒത്തിരി പരത്താനിപ്പം ചിലർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ചെറിയ സൈസിലും ഉണ്ടാക്കാം കേട്ടോ.
ഇതിപ്പോൾ ഞാനൊരു മീഡിയം സൈസിലൊരു വലിയ സൈസിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലും കുറച്ച് കുഞ്ഞ് സൈസിൽ ഉണ്ടാക്കാം. വേറൊരു ഐഡിയ കൂടി പറഞ്ഞു തരാം. നിങ്ങൾക്ക് റൗണ്ടായിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു സൈസിൽ മുറുക്ക് നമ്മൾ കഴിക്കാറില്ലേ, ആ മുറുക്ക് ഈ ഒരു സൈസിലെടുത്ത് ഇങ്ങനെ തന്നെ അങ്ങ് കട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ ഈ നീളത്തിലുള്ളിരിക്കുന്ന സിമ്പിളായിട്ടുള്ള മുറുക്ക്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ മുറിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിന് കറക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ഞാനിത് ഈ നമ്മൾ വറുത്ത് കോരുന്ന കോരിയില്ലേ അതിലോട്ട് കമത്തി കൊടുക്കുകയാണ്. ലൈക്ക് ദിസ്. കണ്ടോ? അപ്പം പൊടിയാതെ നമ്മൾ അതിലോട്ടിട്ടു. ഇനി പ്ലാസ്റ്റിക് കവറിൽ നിന്നാണേലും ഇതിലോട്ട് തിരിച്ചു കൊടുത്താൽ മതി. ഏത് പ്ലേറ്റിൽ നിന്നാണേലും ഇതിലോട്ട് തിരിച്ചു കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. ഇതും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫേസിലാണ് നമ്മളിത് പരത്തിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ചട്ടുകം വെച്ചിട്ട് ഈസി ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ എണ്ണ നല്ലതുപോലെ ചൂടായി കിടക്കുകയാണ്. ഹൈ ഫ്ലെയിമിൽ ആയിരിക്കരുത്, ഹൈ ഹീറ്റിലായിരിക്കരുത് എണ്ണ. നമ്മളിത് ഇട്ട് കൊടുക്കുമ്പം ഒരു മീഡിയം ഹീറ്റിലായിരിക്കണം. അപ്പം നമുക്കിത് പതുക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഹീറ്റിലായി കഴിഞ്ഞാൽ അത് ഇടുന്ന ഉടനെ കരിഞ്ഞു പോകും. ഇതും ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇടുന്ന ഉടനെ അങ്ങ് അനക്കരുത്. ഇതും ഇതുപോലെ തന്നെ അങ്ങ് കൊടുക്കാം. മീഡിയം ഹീറ്റിൽ ആയിരിക്കണം ഓയില് നമ്മളിത് ഇടുന്ന സമയത്ത്. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ലോ ഹീറ്റിലാക്കുക. അത് കഴിഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇട്ട് കൊടുത്ത ഉടനെ തന്നെ പിന്നെ അത് ബ്രൗൺ ആകുന്നത് വരെ, ഒരു ക്രിസ്പി ആകുന്നത് വരെ, ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ നമ്മൾ ഫ്ലെയിം ഹൈ ആക്കിയേ ചെയ്യരുത്. ഓക്കെ, ഫോർക്ക് വെച്ചിട്ടെങ്ങാനും ഒന്ന് പതുക്കെ ഒന്ന് ഇതാക്കി കൊടുക്കാം, സെപ്പറേറ്റ് ആക്കി കൊടുക്കാം. നല്ല ക്രിസ്പിയായി ഇട്ടുടനെ തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഉടനെ നമ്മൾ അനക്കിയാൽ അത് ചിലപ്പം പൊടിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് നേരം നമുക്ക് ഫ്രൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ക്രിസ്പി ആയിട്ടല്ല വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ എടുത്തു കഴിഞ്ഞ് തണുത്തു പോയി എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം, കോരി കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ തണുത്ത മുറുക്ക് ഏതൊക്കെയാണെന്ന് നോക്കുക. ചിപ്സ് ആണെങ്കിലും സമോസ ആണെങ്കിലും എന്ത് ഫ്രൈ ചെയ്താലും ഓയിലൊന്ന് നല്ല ഹൈ ഹീറ്റ് ആക്കുക. ലാസ്റ്റിൽ ഹൈ ഹീറ്റ് ആക്കിയിട്ട് ആ തണുത്ത സാധനം, തണുത്ത ചിപ്സ് ആണെങ്കിലും ഈ മുറുക്കാണെങ്കിലും എന്താണേലും ആ ഹൈ ഹീറ്റുള്ള ഓയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉടനെ അങ്ങ് എടുക്കുക. അതിലിടരുത്, ഉടനെ അങ്ങ് എടുക്കുക. അപ്പോഴത് നല്ലപോലെ വരും. ഇതിലിങ്ങനെ ചെറിയ പതകളൊക്കെ വരുന്നത് അതൊന്ന് പതുക്കെ ശമിച്ച് വരും, അതൊന്ന് കുറഞ്ഞു വരും. ആ പതകൾ ഇപ്പോഴും ഉണ്ട്, അതായിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ആ പത കംപ്ലീറ്റ് നിൽക്കുമ്പോഴത്തേക്കാണ് ഇത് ക്രിസ്പിയായി വരുവുള്ളൂ കേട്ടോ. അതുവരെ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒന്ന് പതുക്കെ. എൻ്റെ ചീനിച്ചട്ടി ചെറുതാണേ, അപ്പം കുറച്ച് വലിയ പാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് കുറച്ചേറെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എടുത്തു. നല്ല ക്രിസ്പിയാണ്, നല്ല കളറുണ്ട്. നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് ഇത് കോരി വെക്കാം. ഇനി ബാക്കിയും കൂടെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മൾ ഈ പ്ലേറ്റിൽ എടുത്തിരിക്കുന്ന എങ്ങനെ എടുക്കുമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വേണ്ട. നമുക്ക് ഈ ചട്ടുകം കൊണ്ട് വളരെ ഈസി ആയിട്ട് എടുക്കാം. ഇത് എന്നിട്ട് ഹീറ്റ് ലോ ആക്കുക ഓയിലിൻ്റെ. ഇനി ഇതൊന്ന് ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് അതുപോലെ തന്നെ ഇതും കൂടെ എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ നിന്ന് ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ മുറുക്ക് ഇവിടെ ഇതും റെഡി ആയിട്ടുണ്ട്. അതിൽ ആ പതയൊക്കെ വരുന്നതൊന്നും നിന്നിട്ടുണ്ട്. എടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒരല്പം ഹൈ ആക്കിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ എടുക്കുക. ആ ക്രിസ്പിനെസ് നിലനിൽക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഈസിൻ്റെ ലുക്കിംഗ് ക്രിസ്പി ആൻഡ് യമ്മി. അപ്പം നമ്മളുടെ അടിപൊളി മുറുക്ക് റെഡി ആയിട്ടുണ്ട്. ബാക്കി മുറുക്ക് കൂടി നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പം ചുറ്റാൻ അറിയാൻ വയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇത് അച്ച് ഒന്ന് ശരിക്ക് പിടിക്കുക, കയ്യിൽ ഹോൾഡ് ചെയ്ത് വിട്ടുപോകരുത്. അപ്പം ചുറ്റാൻ അറിയാൻ വയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു കാര്യം ചെയ്താൽ മതി. നമുക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്തിട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ മുറുക്ക് നീളത്തിൽ കിട്ടുന്ന മുറുക്ക് വാങ്ങത്തില്ലേ, അതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. നോ ഷേപ്പ് റിക്വയർഡ്. അപ്പം നമുക്ക് ഇതുണ്ടല്ലോ, ഇത് വളരെ ഈസിയാണ്. എനിക്ക് ഇങ്ങനെയുള്ള മുറുക്കാണ് ഇഷ്ടം, ഈ നീളത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന മുറുക്ക്. ഫ്ലെയിം വളരെ കുറച്ച് വെക്കുക.
ഇതിൻ്റെ ഈ പതയൊന്ന് ശമിച്ച് കഴിയുമ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഫ്ലെയിം ലോ ആണ്. ഇത് നമ്മളുടെ മുറുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കണ്ടില്ലേ? ഇറ്റ്സ് ലുക്കിംഗ് ക്രിസ്പി ക്രഞ്ചി ടേസ്റ്റി മുറുക്ക്. അപ്പോൾ നമ്മളുടെ നീളത്തിൽ നമ്മൾ വാങ്ങുന്ന സിമ്പിൾ മുറുക്ക് ആയിട്ട് നമ്മൾ എടുത്ത് കുറച്ച്. അപ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കാം. അങ്ങനെ നമുക്ക് ഈ മുറുക്കുകളെല്ലാം 2 രീതിയിലും, ഇതിങ്ങനെ അടിപൊളി മുറുക്ക് കണ്ടാ 2 രീതിയിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ബാക്കി കംപ്ലീറ്റ് കറ് മുറയെന്നിരിക്കുകയാണ്. വാവ്, വളരെ ടേസ്റ്റി ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ മുറുക്ക് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഡാർക്ക് ബ്രൗൺ ആക്കരുത്. നമ്മൾ എടുത്ത് വെച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒരു ബ്രൗൺ ആകും. ഇപ്പം ഈ കളറാണ് കറക്റ്റ് ടൈമിന് പുറത്തെടുത്തത് കൊണ്ട്. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അങ്ങ് ബ്രൗൺ ആകും പുറത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടും. അപ്പം ശ്രദ്ധിക്കുക, ഒത്തിരി അങ്ങ് ഡാർക്ക് ബ്രൗൺ ആയിട്ട് എടുക്കാൻ നിൽക്കരുത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്രിസ്പി ക്രഞ്ചി ആയിട്ടുള്ള നമ്മളുടെ നാടൻ അരിമുറുക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ കമൻസ് ബോക്സിൽ തരാവുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കുന്നൊരു സ്നാക്കാണെന്ന് അറിയാമെങ്കിലും അറിയാൻ വയ്യാത്ത കുട്ടികളൊക്കെ ഇപ്പോഴും ഉണ്ടായിരിക്കാം, സ്പെഷ്യലി അവർക്ക് വേണ്ടി. ഹേ ഫ്രണ്ട്സ്, hope everyone likes today's very crispy, tasty Kerala's one of the most favorite evening snack, either tea time snack, muruk, rice muruk. Thank you so much for watching. Keep watching, keep sharing, keep subscribing. If you haven't subscribed yet, please don't forget to subscribe and please don't forget to press the bell icon to get the notifications. Thank you. Eat healthy, stay healthy. Thank you.